സോ ഗൈസ് ഇന്ന് എൻ്റെ ഉമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് കാണാനായിട്ട് ഞാൻ നിശാദും കൂടെ പോകും. എന്തായാലും പോവില്ലേ, നിങ്ങൾ എന്തായാലും പോകുന്ന വഴി തന്നെ കറുത്തൊരു പൂച്ചയെ കണ്ട് ശുഭം. ആദ്യം തന്നെ ഞങ്ങളുടെ നിശാദിന്റെ ഗ്രൗണ്ട് കാണിച്ചു തന്നെയാണ് അവൻ എന്നെ കൊണ്ടുപോകും. അപ്പൊ ഇതാണ് ഗൈസ് അവരെ ഗ്രൗണ്ട്. പക്ഷെ ഗ്രൗണ്ട് മൊത്തം കുഴിച്ചിട്ടേക്കും. കാര്യം എന്താന്ന് വെച്ചപ്പോൾ അവിടെ ഫുട്ബോൾ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാം കുഴിച്ചിട്ട്. ചുമ്മാതല്ല ഗൈസ്, നമ്മളെ കേരളത്തിൽ ഒരു മെസ്സി, നെയ്മർ, റൊണാൾഡോ ഒന്നുണ്ടാവും. പോകുന്ന വഴി ഒരു പോത്തിനെ കണ്ട് അതിനെ എടുത്ത്. എന്തായാലും നല്ല സമയത്ത് തന്നെ ഇറങ്ങിയ ഭയങ്കര വെയിലാണ് ഗൈസ്. എത്ര വെയിലത്തും എത്ര ഹൈറ്റിൽ നിൽക്കുന്ന ഇയാളെ കാണാതെ പോരുത്. ഇനി ഞങ്ങൾ ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴി പല ടാസ്കുകളും നേരിടേണ്ടി വരും. 1 മീറ്റർ അപ്പുറം കിടക്കുന്ന പട്ടിയെ കണ്ടുകൊണ്ട് ഐ കോൺടാക്ട് കൊടുക്കാതെ നടക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അയ്യോ, ഒരു സാധനത്തെ കുറിച്ച് പറയാൻ മറന്നു. ഇതാണ് കേട്ടോ എന്റെ അനിയൻ. പട്ടി അടിക്കായിരിക്കും സ്ലോ മോഷന് വരും. അങ്ങനെ ക്ലാസ് കേട്ട് നടന്നപ്പോഴാണ് നല്ലൊരു വ്യൂ പോയിന്റ്. ഇവിടെ ഷാറുഖ് ഖാൻ ആവാൻ നോക്കിയത് ഒത്തിരി. ഇവിടെ എന്തിനാണ് ഞാൻ സ്റ്റാച്ചു കണക്ക് നിൽക്കുന്നതെന്നില്ലേ നിങ്ങൾ നോക്കുന്നത്? അതിന് കാരണം എന്താ, ആളിച്ചിരി സീനാണ്. പട്ടിയെ കണ്ടപ്പോ എന്തോ ചെയ്യണോന്ന് പറഞ്ഞവന്മാരല്ല മലയാളം. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമുണ്ട്. അവിടെയുള്ള വീട്ടിൽ കയറി അവിടെ നിന്ന് ഒരു ചെക്കനെ. പിന്നെ അങ്ങോട്ടുള്ള യാത്ര അവനുമായിട്ട്. എന്തായാലും ബാക്കി ഭാഗം അടുത്ത പാർട്ടി. അപ്പൊ ഫോളോ ആക്കി ഇനിയും കാണാം.